മോളെ, ഈ കുടുംബത്തെ ഗ്രസിച്ച പാപവും അത് തന്നെയാ. അതിനൊരു പരിഹാരവും കാണുന്നില്ല. എന്റെ പേരക്കുട്ടികൾ അതിനു പിന്നാലെ പോയി. എന്തെങ്കിലും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാനാവില്ല. മകന്റെ മരണം കണ്ട ഹതഭാഗ്യനായ ഒരച്ഛനാണ് ഞാൻ. നമ്മുടെ കുടുംബത്തിനൊരു ദോഷം വന്നാൽ നമ്മൾ നേരിടുക തന്നെ വേണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മള് ആരെയും ഭയക്കണ്ടേ? മോളെ വേണ്ട. മുത്തശ്ശൻ ധൈര്യമായിട്ടിരിക്കും. എല്ലാ പ്രശ്നങ്ങളും മുത്തശ്ശന്റെ പേരക്കുട്ടികൾ തന്നെ ഇല്ലാതാക്കും. സഞ്ജുവിന്റെ അച്ഛന്റെ ആണ്ടുബലിയും ഞാൻ നടത്തും. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും അവസാന വിജയം സത്യത്തിലാണെന്ന് മുത്തശ്ശൻ അറിയില്ലേ? അതുവരെ ഞാൻ പോരാടും. മുത്തശ്ശന്റെ സന്തോഷമൊക്കെ പോയി. മുത്തശ്ശനോട് ഞാൻ ഈ കാര്യം സംസാരിക്കേണ്ടിയിരുന്നില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കേണ്ടേ അമ്മോ? മുത്തശ്ശനത് സമ്മതിക്കുകയും ചെയ്തു. ഇനി എനിക്ക് എന്റെ വഴിക്ക് നീങ്ങാമല്ലോ. ഈ തറവാട്ടിലെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാ മുത്തശ്ശന്. സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടത്. താന്ത്രിക വിദ്യ പ്രകാരം ചെയ്തു വെച്ച ദോഷം മാറ്റാൻ എന്തായാലും പരിഹാരക്രിയകളൊക്കെ ഉണ്ടാവും. സഞ്ജുവിന് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത നിലയ്ക്ക് ഞാൻ തന്നെ ഇറങ്ങിയേ പറ്റൂ. ഇനി നമുക്ക് ആരെയും സമീപിക്കേണ്ടെന്ന് ഒരു നിശ്ചയമില്ല. ഇക്കാര്യത്തില് നിന്റെ അറിവ് പോലും എനിക്കില്ല. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നയാളാ ശാസ്ത്രികള്. ശാസ്ത്രികളെയാണ് ആദ്യം പോയി കാണേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രികൾ പറഞ്ഞു തരും. അമ്മ പറഞ്ഞത് ശരി. മന്ത്രവിദ്യയും തന്ത്രവിദ്യയും അറിയാവുന്ന ആളാ ശങ്കരശാസ്ത്രികളെന്ന് മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് വച്ച് താമസിക്കാൻ പറ്റില്ല അമ്മ. ശാസ്ത്രികളുടെ വീട് നിനക്കറിയാവുന്നതല്ലേ? സഞ്ജുന്റെ അമ്മയ്ക്കൊപ്പം നീ അവിടെ പോയിട്ടില്ലേ? എനിക്കറിയാം. ക്ഷേത്രത്തിന്റെ അടുത്ത ശാസ്ത്രികളുടെ വീട്. എങ്കിൽ നീ ഒന്ന് വേഗം റെഡിയാവും. നമുക്ക് ഉടനെ ഇറങ്ങണം. മംഗലശ്ശേരിയിലെ ഇളയ സന്താനം അനുഷ്ഠിക്കേണ്ട ദിനചര്യകൾ പറയാം. ദിവസവും അതിരാവിലെ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് കുലദേവതയായ ലക്ഷ്മി ദേവിയെ ഭജിക്കണം. ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളായിരിക്കണം. ഭക്ഷണം ഒരു നേരം മാത്രമേ പാടുള്ളൂ. മുകുന്ദന്റെ മരണം സംഭവിച്ച ദിവസത്തിന് 2 നാൾ മുമ്പ് നെറ്റിയിൽ ഭസ്മമണിയുകയും തുളസിപ്പൂ ചൂടുകയും വേണം. മരണ ദിവസം മരണപ്പെട്ട സമയം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം ചെയ്യണം. അങ്ങനെ വേണം ചടങ്ങ് അവസാനിപ്പിക്കാൻ. ശാസ്ത്രികൾ പറഞ്ഞതൊക്കെ മനസ്സിലായി. അതുപോലെ ചെയ്തോളാം. തറവാടിനെ ബാധിച്ച ശാപത്തിനുള്ള പരിഹാരം കൂടി പറഞ്ഞു തരണം. ദുർമരണങ്ങൾ തന്നെയാണ് ശാപത്തിന് നിമിത്തമായിരിക്കുന്നത്. ദുർമരണങ്ങൾ സംഭവിച്ചത് എവിടെയാണോ അവിടെ പോയി വിളക്ക് വയ്ക്കണം. തിരി എണ്ണ വറ്റി തന്നെ അണഞ്ഞു തീരണം. മംഗലശ്ശേരിയുമായി ബന്ധമുള്ള ആര് വിളക്ക് വെച്ചാലും കാറ്റിലോ അല്ലാതെയോ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. മറ്റാരെങ്കിലും ചെയ്താ അതിന് ഫലം ഉണ്ടാവോ? ഇല്ല. പക്ഷേ പരിഹാരമുണ്ട്. പൂജാമുറിയിലെ കുങ്കുമം നെറ്റിയിൽ തൊട്ട് വിളക്ക് വെച്ചാൽ അണഞ്ഞു പോയില്ല.
ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചുകൊണ്ടുവന്ന കുങ്കുമല്ലേ പൂജാമുറിയിലുള്ളത്? ആ അതെ. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കരുത്. ജീവൻ ആപത്താണ്. എത്രയും വേഗം ആ പറമ്പിൽ നിന്ന് പുറത്തു കടക്കണം. ഇത് അവർ ചെയ്ത കർമ്മത്തിനൊന്നും പരിഹാരക്രിയയല്ല, ദേവീ കടാക്ഷം കിട്ടാൻ ചെയ്യുന്നതാണ്. ശരി ശാസ്ത്രികളെ. വലിയ അപകടങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടാൻ ഈ പ്രവൃത്തി ഉപകരിക്കും. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടങ്ങ് പൊയ്ക്കോളൂ. ഇത്രയും കർമ്മങ്ങൾ ആദ്യം ചെയ്തിട്ട് വരൂ. ആയിക്കോട്ടെ. നിങ്ങൾ ശാസ്ത്രികളെ കാണാൻ വന്നാണോ? അമ്മുവിന്റെ അമ്മയുടെ ഭക്തി നിനക്കും കിട്ടിയോ? ഭക്തി വേണ്ട സ്ഥാനത്ത് ഭക്തി തന്നെ വേണ്ടിവരും. എന്താണ്, ഞങ്ങളെ അന്വേഷിച്ചു വന്നതാണോ? ഏയ്, ഞാൻ ഈ വഴി വീട്ടിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. എന്തായാലും സഞ്ജു വന്നത് നന്നായി. എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പോണം. സഞ്ജു വീട്ടിലേക്കല്ലേ? അമ്മ സഞ്ജുവിന്റെ കൂടെ പോയിക്കോ. ശരി ചേച്ചി. കൂടുതൽ സംസാരം വീട്ടിൽ വന്നിട്ട്. നിങ്ങൾ ചെല്ലേ, കൂട്ടുകാരി എന്നെ കാത്തു നിൽക്കോ. അമ്മ കേറ്, നമുക്ക് പോവാം. നീ എന്താ സഞ്ജുവിനെ ഡ്രൈവറാക്കാൻ പോവാണോ? ഫ്രണ്ട് പോയി കയറ്, വാ. എന്റെ സ്ഥലത്ത് നീ കയറി ഇരിക്കാൻ പോകുന്നു. സ്നേഹിച്ചു തുടങ്ങിയ നാൾ മുതല് സഞ്ജുവിന്റെ ഇടതുഭാഗത്തെ സീറ്റ് എന്റേതാ. പക്ഷെ നിനക്കവിടെ ഇരിക്കാം. കേറമ്മു, കേറമ്മു. അതെ, എന്റെ അനിയത്തെ ശ്രദ്ധിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടേക്കണം. ഓ, ഉത്തരവ്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദൈവത്തിനേ കഴിയൂ. ഇതാണ് തറവാട്, മാണിക്യമംഗലം. മംഗലശ്ശേരിയുടെ ശാപം ഈ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത്.
ഇവിടെ നിന്നുണ്ടായ ശാപം കൊണ്ടാവും എന്റെ അനിയത്തിയും സഞ്ജുന്റെ അച്ഛനും മരിച്ചത്. എന്താ കുഞ്ഞ് എവിടെ നിൽക്കുന്നേ? ഈ വീട്ടിൽ ആരാ താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല. എന്താ കാര്യം? ഇവിടെ താമസിച്ചിരുന്നവരുടെ വിവരം അറിയാൻ വന്നതാ. എന്റെ അറിവിൽ ആദ്യമായിട്ടാ ഈ വീടിനെ പറ്റി ചോദിച്ചൊരാൾ വന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് പറയാവോ? വ്യക്തമായിട്ടൊന്നും അറിയില്ല. ഇപ്പൊ ഈ സ്ഥലം മംഗലശ്ശേരി ഗ്രൂപ്പിന്റെയാ. വല്ലപ്പോഴും കാട് വെട്ടാൻ ആരെങ്കിലും വരും. ഈ വീടിനെ പറ്റി അത്ര സുഖമില്ലാത്ത കഥകളാ കേൾക്കുന്നേ. അതെന്താണെന്ന് അറിയണമെന്നുണ്ട്. പത്ത് വർഷം മുമ്പത്തെ കഥകളാ. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചായക്കടയുണ്ട്. അച്യുതന്റെ കടയാ. തീരെ ചെറിയൊരു കടയാ. പക്ഷേ അച്ചോട്ടൻ ഫേമസാ. ഭക്ഷണത്തിന്റെ രുചി തന്നെ കാരണം. അച്ചോട്ടനോട് ചോദിച്ചാൽ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ആ കുടുംബമായി അടുപ്പമുണ്ടായിരുന്ന ആളാ. താങ്ക്സ്. ഞാൻ അച്ചോട്ടിനെ പോയി കാണാം. അല്ല, അമ്മോടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞില്ല. അറിയാത്ത ആളോട് ഉദ്ദേശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താ കുട്ടി? ഈ കടയിലേക്ക് ഒരാൾ വരുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കാനല്ലേ? ഇവിടുത്തെ പുട്ടും പയറും പേര് കേട്ടതെന്നാ ഇവിടെയുള്ളവരിൽ നിന്ന് അറിഞ്ഞത്. അതിനെന്താ, കുട്ടി ഇരിക്കി. കുട്ടി എവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു ആവശ്യത്തിന് വന്നതാ. ഭക്ഷണം കഴിക്കാൻ നല്ല ഹോട്ടലുണ്ടോന്ന് അന്വേഷിച്ചപ്പോഴാ അച്ചോട്ടന്റെ കടയെ പറ്റി പറഞ്ഞു കേട്ടത്. ഇവിടെ വന്ന് കഴിച്ചവരൊക്കെ വീണ്ടും ഈ വഴിക്ക് പോയാലേ ഇവിടെ കയറാതിരിക്കില്ല. ചായ വേണോ കുട്ടി? ആയിക്കോട്ടെ. എന്റെ പറ്റെത്രയോ ചേട്ടാ? 110 രൂപ കഴിഞ്ഞു. ആ, ഉടനെ എങ്ങാനും കിട്ടുവോ? കുട്ടി എവിടുന്നാ വരുന്നേ? ഞാൻ സിറ്റിയിൽ നിന്നാ. പഴയ തറവാടുകളെ പറ്റി ഡോക്യുമെന്ററി ചെയ്യുന്ന ജോലി എന്റേത്. ഓ, മുകളില് ആൾപ്പാർപ്പില്ലാത്തൊരു വീട് കണ്ടല്ലോ. അതെന്താ അങ്ങനെ കാടും പടലും പിടിച്ച് കിടക്കുന്ന? അതോ, അത് മഹാദേവൻ തമ്പിയുടെ മാണിക്യമംഗലം തറവാടാ. അതൊരു വലിയ കഥയാ. കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അച്ചോട്ടും പറ. ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. മഹാദേവൻ തമ്പി ഒരു ബിസിനസ്സുകാരനായിരുന്നു. അവസാന കാലം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് കുത്തുവാള എടുത്തു. കുടുംബത്തെപ്പറ്റി പറഞ്ഞ 3 മക്കളായിരുന്നു അയാൾക്ക്. മൂത്ത 2 ഇരട്ടകളാ ആൺമക്കൾ, 3ാമത്തെ പെൺകൊച്ചു. കടം കയറി മാർവാടികളെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോ മഹാദേവൻ തമ്പി കഴുക്കോലിൽ കെട്ടി തൂങ്ങി. കുറച്ചു കാലം കഴിഞ്ഞ് ഇരട്ടകളിൽ മൂത്തവൻ അച്ഛന്റെ വഴിയെ പോയി. ഇനി പറഞ്ഞിട്ടെന്താ, തുടരെയുള്ള 2 മരണങ്ങളാ ഒരു വീട്ടിൽ അരങ്ങേറിയത്. മഹാദേവൻ തമ്പിയുടെ ഭാര്യയ്ക്ക് ചിത്തഭ്രമം ബാധിച്ചു. അവരെ ചങ്ങലക്കിട്ടിരിക്കുക. പറഞ്ഞിട്ടെന്താ, ഇതിനിടെ കടക്കാരുമായിട്ടുള്ള അടിപിടി കേസിൽപ്പെട്ട് 2ാമത്തെ മകൻ ജയിലിലും പോയി. അവന് ബാംഗ്ലൂരിലെങ്ങാണ്ട ജോലി ഉണ്ടായിരുന്നു. വീട് കടക്കാര് കൊണ്ടുപോയപ്പോ മാനസിക വിഭ്രാന്തി ബാധിച്ച അമ്മയുമായി ആ പെൺകുട്ടി
ആരോ ഏർപ്പാടാക്കി കൊടുത്ത ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറി. ഇപ്പോ അവളൊരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് കയറി. ആ കുട്ടിയുടെ ജീവിതം അത് വല്ലാത്ത വിധിയായിപ്പോയി. ഒരു ദിവസം അവള് ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഭ്രാന്ത് പിടിച്ച ആ തള്ള എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. അച്ചുവേട്ട ഒരു ചായ എടുത്തേക്കില്ല. പിന്നെ അവരാരും ഈ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല. 2 ദുർമരണം നടന്ന വീടാണല്ലേ ഇത്? അതെ, രാത്രികാലത്ത് ആരും ആ വഴി പോകാറില്ല. വീട്ടിനകത്ത് നീല വെളിച്ചം കണ്ടിട്ടുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അപ്പോ 2 പേരാണല്ലേ ഇപ്പൊ എവിടെയെന്ന് അറിയാതെ കഴിയുന്നത്? അതെ, വർഷം 10-27 ആയില്ലേ. പിന്നെന്താ അവർ തിരിച്ചു വരാത്തെ? വീട് കൈമറിഞ്ഞു പോയില്ലേ. ഇപ്പോ ആ വീട് മംഗലശ്ശേരിക്കാരുടെ കയ്യിലാ. പിന്നെ മോളെ, മംഗലശ്ശേരിക്കാർ മഹാദേവൻ തമ്പി ചതിച്ചതാണെന്നൊരു ശ്രുതിയുടെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ സത്യവും നീതിയും വിട്ട് ഗംഗാധര പണിക്കരും മകൻ മുകുന്ദനും ഒന്നും ചെയ്യില്ല. മാർവാടിയുടെ കയ്യിൽ നിന്ന് മംഗലശ്ശേരിക്കാരായി ഈ വീടും പറമ്പും തിരിച്ചു വാങ്ങിയത്. മഹാദേവൻ തമ്പിയുടെ മക്കള് വന്നാ തിരിച്ചു കൊടുക്കുമെന്നാ കേൾക്കുന്നത്. അത് സത്യമായിരിക്കും അച്ചുവേട്ടാ. ജീവിച്ചിരിക്കുന്ന തമ്പിയുടെ മകളുടെ പേര് അച്ചുവേട്ടന് അറിയോ? ഗൗതമൻ എന്നാ പയ്യന്റെ പേര്. പെൺകൊച്ചിന്റെ പേര് ഗൗരി നന്ദന. ഗൗതം. എത്ര അയച്ചോട്ടാ? 40. ഞാനേ ഇപ്പൊ ചെയ്യാവേ. ₹100 അയച്ചിട്ടുണ്ടേ. 100? ബാലൻസ് ഒന്നും വേണ്ട. ഇത്രയും നല്ല ഫുഡ് എവിടുന്ന് കിട്ടാനാ? ഇടയ്ക്ക് ഞാൻ ഈ വഴി വരുമ്പോ അച്ചുവേട്ടന്റെ കടയിൽ കയറാം. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ടിംഗ് ഉണ്ടാവോ? ഉണ്ടാവും. അതിനല്ലേ ഞാൻ വന്നത്. ശരി, കാണാ അച്ചുവേട്ടാ. അല്ല, കുട്ടി ഇപ്പോഴും ശരിക്കുള്ള സ്ഥലം പറഞ്ഞില്ല. അച്ചുവേട്ടൻ ഇതുവരെ പറഞ്ഞ മംഗലശ്ശേരിയിലെ ഒരു കണ്ണിയാ ഞാൻ. ശ്രീകുട്ടി, ഞാനിത് എന്താ കാണുന്നേ? കണ്ടിട്ട് എന്താണ് നിലമയ്ക്ക് മനസ്സിലായില്ലേ? പൂജയ്ക്ക് വേണ്ടിയുള്ള വസ്തുക്കളാണെന്ന് മനസ്സിലായി. പക്ഷേ ഇതൊന്നും പരിചയിച്ചിട്ടില്ലാത്തവർ ചെയ്യുന്ന കാണുമ്പോ ആരായാലും അമ്പരന്ന് പോവില്ലേ? ഞാനും അല്പം ഭക്തിമാർഗത്തിലാണെന്ന് എളിമ കരുതിക്കോ. എന്നാലും മോളെ, നീ അത് അമ്മൂനെ പോലെ റൂമിൽ വെച്ച് പ്രാർത്ഥിക്കാനാണോ പോകുന്നത്? ഇവിടെ പൂജാമുറി ഉള്ളതല്ലേ? അമ്മ റൂമിൽ വെച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എനിക്കെന്താ അത് പാടില്ലേ? ശുദ്ധവൃത്തിയില്ലാതെ അമ്മ അവളുടെ മുറിയിൽ പ്രവേശിക്കില്ല. ആ സമയം അവൾ ഉറങ്ങുന്നത് ശ്രീദേവിയടുത്തയുടെ മുറിയില. നിനക്കൊരിക്കലും അതിന് കഴിയില്ല ശ്രീകുട്ടി. ഞാനും അങ്ങനെ ചെയ്താ പോരെ? വല്യേച്ചി ഇത് കണ്ടുവന്നാല് ശകാരം കേൾക്കാൻ പോകുന്നത് ആ പാവ അമ്മൂനാ. നീ അവളെ കണ്ട് പഠിക്കുകയാണെന്നേ വല്യേച്ചി പറയൂ. ശ്രീദേവി അടുത്തെ ഭക്തിയുടെ കാര്യം പറഞ്ഞ് പരിഹസിക്കുന്നത് നീ കേൾക്കുന്നതല്ലേ? നമുക്കിത് വേണ്ട മോളെ. അതിനുവേണ്ടിയല്ലേ ഇവിടെ പൂജാമുറി ഉള്ളത്. ഞാൻ സമ്മതിക്കില്ല. എളയം അതിങ്ങ് തന്നെ. ഇത് ഇവിടെ വെച്ച് പൂജ ചെയ്യാനൊന്നും അല്ല. മറ്റൊരു സ്ഥലത്ത് പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനാ.